കുഞ്ഞുമക്കളെ, അപ്പൊ ഇന്ന് എല്ലാവരും കാത്തിരുന്ന പോലെ അദ്വിക്കുട്ടന്റെയും ടീക്കുട്ടന്റെയും ഒരു സ്റ്റഡി റുട്ടീനാണ് കേട്ടോ. നിമിഷാന്റെ എങ്ങനെയാണ് അദ്വിക്കുട്ടനൊക്കെ എക്സാം വരുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഒരു എൻറ്റേർലി വീഡിയോ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സാമിന് വരുന്നു പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ പേപ്പർ വന്നതും ആ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വന്നിരുന്നു. സ്കൂളിൽ പോകാൻ നേരത്തെ എക്സാം ഡേയിലുള്ള ആക്ടിവിറ്റീസും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേസസിന്റെ ലാസ്റ്റ് അപ്ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കേടാ, കുടി മതിയില്ലേ? കുറെ ആയില്ലേ ഗൈസ് നിമിഷാന്റിനെ ഒക്കെ കണ്ടിട്ടില്ല. ടീക്കുട്ടിയുടെ ലാസ്റ്റ് ബ്രേസസ് അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്ന് ഒരു റെയിൻബോ കളറാണ് ബ്രേസസ് ഇടുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് തൊട്ടിട്ട് നമ്മുടെ ആനുവൽ എക്സാം കഴിയുന്ന വരെ ഒരു ഡേ ഇൻ മൈ ലൈഫ് രണ്ടുപേരുടെയും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അദ്വിക്കുട്ടിന്റെ അടുത്ത് പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് ആനുവൽ എക്സാം ആണ്. നമ്മൾ ആനുവൽ അല്ല, കമ്പ്യൂട്ടർ നമ്മൾ കൂട്ടുന്നില്ല. ഫസ്റ്റ് ഡേ നമ്മളിന്ന് ഫസ്റ്റ് ഡേ മാത്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് മാക്സിമം എത്ര ഡേയ്സ് വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എക്സാമിന് ഇവിടെ മാത്സ് ആണ്. മാത്സ് പിന്നെ ആൾ പുലിയാണ്. പക്ഷേ കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ട് തെറ്റിക്കാറുണ്ട്. അപ്പോൾ നിമിഷാന് എപ്പോഴും ചെയ്യുന്ന പോലെ ലൈക്ക് ആൻസർ പേപ്പേഴ്സ് വെച്ചിട്ടാട്ടോ ചെയ്യുക. കുഞ്ഞിങ്ങോട്ട് വാടാ, എൻ്റെ ഡൗട്ട് ചോദിക്കാൻ എന്തെങ്കിലും വന്നതായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ ടീക്കുട്ടി എന്താടാ ശബ്ദം പോയോ? ഓക്കെ, ഇന്ന് മുത്തിന് ഏതാ എക്സാം? ഹിന്ദിയാണ് ഗൈസ്. ഹിന്ദിയുടെ നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഹിന്ദിയുടെ ഇതാട്ടത് ടീക്കുട്ടിയുടെ നോട്ട്ബുക്കാണ്. ആള് പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പുലിയ. പക്ഷെ ഇത് എന്ത് പെന്നാണ് മുന്നേ അങ്ങനെ? ഓക്കെ, തരൂ ഗൈസ്. ഇതൊക്കെയാണ് ഹിന്ദി. ദൈവമേ, ട്യൂഷൻ ടീച്ചറും ടീക്കുട്ടിയും കൂടി ഒരു മൽപ്പിടുത്തമാണ് ഗൈസ് ഇവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഹിന്ദി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് ഹിന്ദി, ദെൻ ഒരാൾക്ക് ഹിന്ദി. ഇവിടെ ഒരാൾ ഇനി എഴുന്നേറ്റില്ല കേട്ടോ. അത് ഈ ഒരു കിടപ്പാണ്. അപ്പോൾ ഞാൻ നിമിഷാൻ്റെ എങ്ങനെ പഠിപ്പിക്കുക, ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു 4-5 A4 പേപ്പർ വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ ടോപ്പിക്സ്, അതായത് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് മാത്രം ഞാനിങ്ങനെ എഴുതും. സ്പീഡിൽ പറയണേ. പെരിമീറ്റർ ഓഫ് സ്ക്വയർ, ഓക്കെ, സൈഡ് ഇൻ ടു സൈഡ്. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ, ഏരിയ ഓഫ് സ്ക്വയർ. സൗണ്ടിൽ പറ, കേൾക്കുന്നില്ല. ഓക്കെ, സൈഡ് ഇൻ ടു സൈഡ്, യെസ്, യൂണിറ്റ് മസ്റ്റ് ആണ്. പിന്നെ ഏരിയ ഓഫ് റെക്ടാങ്കിൾ, ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ക്യൂബ്, ഓക്കെ, ഫൈൻ. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതെല്ലാം നിമിഷാൻ്റെ ഇതുപോലെ എഴുതി വയ്ക്കും. നിങ്ങളും ഇതുപോലെ എഴുതി വയ്ക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അടുത്ത എന്തായിരുന്നു ചാപ്റ്റർ? മണിയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പഠിക്കാനില്ല. ഗെയിനോ ലോസും മാത്രമേ ഉള്ളൂ. ഗെയിനും ലോസും വരുമ്പോൾ എന്താ ചെയ്യുക? ഓക്കെ, സൗണ്ടിൽ പറഞ്ഞേ. കോസ്റ്റ് പ്രൈസും വെച്ചിട്ട് ചെയ്യുക. ദെൻ ചാപ്റ്റർ 11 ടൈമാണ്. ടൈം ഇതുപോലെ കൺവേർഷൻ ആണ് വരുന്നത്. കൺവേർട്ട് ഇൻറ്റു സെക്കൻഡ് 3 hours 12 minutes അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ ഇമ്പോർട്ടൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മെഷർമെൻറ്റ്സ് ആണ് വരുന്നത്. കണ്ടോ, അതിൽ ഇമ്പോർട്ടൻസ് നിമിഷാൻ്റെ ഇങ്ങനെ എഴുതി വയ്ക്കും. 1 centimeter ഈക്വൽ ടു, സ്പീഡിൽ പറയാം, എത്ര? അതാ ഞാൻ പറഞ്ഞു, ഡാഷ്. 1 centimeter ഈക്വൽസ് ടു, യെസ്, വെരി ഗുഡ്. 1 kilometer ഈക്വൽ ടു, സൗണ്ട് ഇപ്പോൾ കേൾക്കുന്നില്ല. വെരി ഗുഡ്. അതൊക്കെ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇതാക്കും, ഡെസിമൽസ് വെച്ച് ചെയ്യും. അപ്പം അങ്ങനെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിമിഷാൻ്റെക്ക് തന്നെ ഉള്ളിലിങ്ങനെ ഓരോരോ കോൺഫിഡൻസ് വരും. ഇന്ന ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ടീച്ചർ? അങ്ങനെ നമ്മൾ ഏത് ക്വസ്റ്റ്യനാണ് വരും പറഞ്ഞ് പെന്നുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇറ്റ്സ് റോങ്. പക്ഷേ ഇതാ ലാസ്റ്റ് ആയതുകൊണ്ട് നിമിഷാൻ്റെ ഇതാക്കിയതാട്ടോ. നിമിഷാൻ്റെ ഇങ്ങനെ ഓരോരോ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് പറഞ്ഞാൽ അത് വരും. ഇതൊരു വേർഡ് പ്രോബ്ലംസ് ഇതുണ്ട്. ഈ ഒരു ജാസ്പർ ഉണ്ട്, അത് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് വരുന്നത് നിമിഷാൻ്റെ കാണിച്ചു തരാം കേട്ടോ. അത് ഷോ യു. ബില്ലെന്ന് പറഞ്ഞൊരു ഇതൊരു ഇതുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയിട്ട് നോക്കാം കേട്ടോ. എ ക്ലോക്ക് ഷോൺ, ഇത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബിൽ ഇതാട്ടോ, ഞാൻ എക്സാമിന് വരുന്നു വരെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ വരും ഗൈസ്, ഇതൊരു ക്വസ്റ്റ്യൻ വരും. ഇതൊക്കെ ഇങ്ങനെ നിമിഷാൻ്റെക്ക് ഇങ്ങനെ തോന്നുന്നു. നമുക്ക് നോക്കാം അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാ വരുന്നതെന്ന്. ഓക്കെ, റെഡി? ഇപ്പോൾ ഗൈസ് ടൈം മോർണിംഗ് 6 മണിയാണ്. യെസ്, അദ്വിക്കുട്ടൻ ബുക്സ് എല്ലാം മാറ്റി വയ്ക്കാണ്. ബിക്കോസ് ഹാഫ് ഡേ ഉള്ളൂ. അപ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ മാത്രം, റൈറ്റിംഗ് പാഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കാം. ഗൈസ്, ഗുഡ് മോർണിംഗ് ആയി. ഇപ്പം ടൈം വന്നിട്ട് 6:15 കേട്ടോ ആയിട്ടുള്ളത്. ഏകദേശം എല്ലാം പഠിത്തമെല്ലാം കഴിഞ്ഞു. എന്നാ ഹിന്ദി ആർക്കൊക്കെയാണ് ഹിന്ദി ടഫായിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. മുത്തിന് ടഫാണോ?
ടഫാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മന്ത് ചിലപ്പോൾ ബ്രേസസ് ഒക്കെ എടുക്കും, അതൊക്കെ വൈകാതെ പറയുന്നതാണ്. ടൈം 6:15 ഗൈസ്. ഒരു കൊതു. ഡാഡി ജിമ്മിന് പോയി. അതാ ഗൈസ്, ഡാഡി ജിമ്മിന് പോകുന്നു. അതുകൊണ്ടോ ലൈറ്റ്. ഡാഡി, സുംപപ്പ, പൊന്നു ചേച്ചി 3 പേര് കൂടിയിട്ടാണ് ജിമ്മിന് പോകുന്നത്. നെക്സ്റ്റ് നിമിഷാൻ്റെ ജിമ്മിന് പോകണം, ഇല്ലെങ്കിൽ ഗുണ്ടുപണിയാവും ഗൈസ്, സമയം കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇതേ അദ്ദിക്കുട്ടൻ്റെ ഡ്രസ്സും എടുത്തു വെച്ചിട്ടുണ്ട്, ടീക്കുട്ടിയുടെ ഡ്രസ്സും എല്ലാം, സോക്സ്, ഇന്നേഴ്സ്, അതുപോലെ തന്നെ ടവൽസ്, എല്ലാ സാധനങ്ങളും ഇങ്ങനെ ആക്കി തലേ ദിവസം തന്നെ വയ്ക്കും. അവർ വരും, വേഗം തന്നെ എല്ലാം ഇട്ടിട്ട് പോകും കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിട്ടു ഇവിടെ ഉറങ്ങായിരിക്കും ഗൈസ്. സോ മിട്ടുവിനെ നമുക്ക് എടുക്കണം. മിട്ടു ഓപ്പൺ ചെയ്യുമ്പോഴേക്കും തന്നെ പീക്കബൂ പറയും. കേൾപ്പിച്ചുതരാം കേട്ടോ. പീക്കബൂ പീക്കബൂ കേട്ടോ. ഇനി ആരടാന്നും പറയും. മിട്ടു, ഗുഡ് മോർണിംഗ് മിട്ടു. ഗുഡ് മോർണിംഗ്. ആരടാ ഗൈസ് കണ്ടോ? ടീ എവിടെ? ആരടാ ടീ എവിടെ? അതാ ചോദിക്കണേ, ടീ എവിടെ? മിട്ടു, ടീ എവിടെ? ആരടാ ടീ എവിടെ പൊന്നെ? അതാ ചോദിക്കണേ, ടീ എവിടെ? ബൈ ഗൈസ്, ബൈ പറഞ്ഞത് കണ്ടോ? ബൈ ബൈ ഗൈസ്. ദേഷ്യം വന്നാൽ പിന്നെ ഒന്നും പറയില്ല കേട്ടോ. മിട്ടു മിട്ടു, ആരുടെ പൊന്നെ? ടീയാ? ടീ എവിടെ? അതാ ചോദിക്കണേ പൊന്നമ്മ, ടീ എവിടെ ചോദിക്കാം അമ്മ. ഞാൻ മിട്ടുവിനെയും കൊണ്ട് കുറേ നേരം ഇങ്ങനെ നടക്കും കേട്ടോ. കുറേ നേരമല്ല, ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ നടക്കും, അവനോട് ഇൻട്രാക്ട് ചെയ്യും. നമ്മൾ മിട്ടുവിനെ കേജിലാക്കിയിട്ടുണ്ട്, കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇനി ടീക്കുട്ടിക്കും അദ്ദിക്കുട്ടിനും ഒന്ന് ഡ്രസ്സ് അവരിട്ടിട്ട് വരും. ടീക്കുട്ടിയുടെ ഹെയർ ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ബൈ. സോ യൂണിഫോം എല്ലാം ഇട്ട് കാലത്ത് വല്ല പേനോ വല്ലതുണ്ടോ നോക്കുകയാണ്. പക്ഷെ പേനൊന്നും കാര്യം കാണാനില്ല. ഇതെപ്പോഴും ശീലിക്കണം, പെൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടികളാണെങ്കിലും ശരി. അദ്ദിക്കുട്ടനും സെയിം വന്നു കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ പേന് ചീപ്പ് കേട്ടോ. ഈ ഒരു കോംബ് വെച്ചിട്ടാണ് നമ്മൾ കോംബ് ചെയ്യുക. കുഞ്ഞേ ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇതേതുപോലെ ഇങ്ങനെ ചെയ്യട്ടോ. ഇനിയിപ്പം ടൈം 6:30 ആവുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് ഓയിലെല്ലാം തേച്ച് നമ്മളിനി മുടി വെട്ടാൻ പോവാണ്. മുടി ഇന്നലെ വെട്ടി, അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, അതെല്ലാം മറന്നു. അതേ മുടി ഇത്ര ഷോർട്ടാക്കിയിട്ടുണ്ട് ടീക്കുട്ടിയുടെ. പിന്നെ കുറച്ചൊന്ന് ഓയിൽ, നമ്മുടെ ജാസ്മിൻ ഓയിൽ തേച്ച് റെഡിയാക്കും. മോർണിംഗ് തല നനയ്ക്കാറില്ല, മേല് മാത്രമേ കഴുകാറുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു സൈഡ് നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇനി ഒരു സൈഡും കൂടെ പാർട്ടീഷൻ എടുത്തിട്ട് ഇനി കെട്ടണം. മുടി വെട്ടിയപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ സൈഡും കൂടി കെട്ടിയിട്ട് കാണിക്കും. തരൂ. അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട്. പൊങ്ങി നിൽക്കാൻ ദാറ്റ് മീൻസ് ഭയങ്കര ചെറിയ, ഓക്കെ സെറ്റ് ചെറിയ മുടിയായിപ്പോയി. കാരണം നല്ല ഹെയർ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നോക്കട്ടെ ടീയ, ഓക്കെ അല്ലേ? യെസ്, കുട്ടിമുടി. ഓക്കെ, അപ്പോൾ ടീക്കുട്ടിയുടെ കഴിഞ്ഞു. ഇനി അദ്ദിക്കുട്ടൻ്റെ ഹെയറും ഇതുപോലെ നമ്മൾ ചെറിയ ഒന്ന് ഓയിലിട്ടിട്ട് ചെയ്യും കേട്ടോ. അവൻ്റെ മുടി, ഒറ്റ മിനിറ്റ്, അവൻ്റെ മുടി വെട്ടിയതാ. ആ ടാഗൊന്ന് നേരിട്ടേ കോളറിൻ്റെ ബാക്കിൽ. ഒറ്റ മിനിറ്റ്. ആ നേരിട്ടേ. അപ്പോൾ അവൻ്റെ മുടിയും സ്പേസ് കണ്ടോ ഗൈസ്. 4 days ഹോളിഡേ ആയിരുന്നു, എക്സാം സ്റ്റഡി ലീവ്. മാലയെല്ലാം അയക്കും, ചെയിനെല്ലാം അയക്കും. നമുക്ക് സ്കൂളിൽ ഗോൾഡ് ചെയിൻ, സ്കൂളിൽ ഒരു ചെയിൻ ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആ ചെയിൻസ് എല്ലാം അഴിച്ച് സെറ്റാക്കും ഞാനപ്പോൾ ആ സമയം കൊണ്ട്. അഴിച്ചോ? സാധനം കാണിച്ചു തരാം കേട്ടോ. ടീക്കുട്ടിക്ക് ടവൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സാധനം എന്താണെന്ന് പറയുന്നത്, ഒന്ന് ഓപ്പൺ ആക്കിയവന്നെ. ഇതൊരു പുതിയ സാധനമാണ്, അതായത് പൗഡറാണ് ഗൈസ്. ഞാനൊന്ന് എന്താണ് ഗൈസ് കണ്ടോ? ഇതുണ്ടോ പൗഡർ വന്നത് കണ്ടോ? ഗൈസ് മുഖത്ത് പൗഡറൊന്നും ഇടില്ല കേട്ടോ. അപ്പോൾ ടീയ ഒന്ന് കാണിച്ചു കൊടുക്കാനെങ്കിലും അത് സമ്മതിക്കില്ല ഗൈസ്. 2 പേര് ഫേസിൽ പൗഡർ ഇടാൻ. എടാ ഒരു പ്രാവശ്യം ഇടാ, സമ്മതിക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് കയ്യിൽ കാണിച്ചു തരാം. ഇങ്ങനെ ആ യെസ്, ഇതിങ്ങനെ വെച്ചിട്ട് കൈ വന്ന് കാണിച്ചോട്ടോ. ഇതേണ്ടോ പൗഡർ വന്നോണ്ടോ? കുറച്ച് ലെസ് യൂസ് ചെയ്യുള്ളൂ.
അപ്പോൾ പൗഡറൊന്നും ആരും അങ്ങനെ യൂസ് ചെയ്യരുത് കേട്ടോ. ഞാൻ ചുമ്മാ അത് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതൊരു നല്ല സാധനം. ബാക്കി എല്ലാവരും തേച്ച് അയ്യോ ആ കണ്ണിൻ്റെ അവിടെയൊക്കെ തേക്കിടാ ഓയിൽ എൻ്റെ മോയ്സ്ചറൈസർ ക്രീമൊക്കെ അവിടെ ഉണ്ട്. പാവം കുട്ടി പൗഡർ ഇടാതെ വന്ന കുട്ടീൻ്റെ മമ്മ ക്രൂവൽ മമ്മ ആയില്ലട്ടിയാ. ഓക്കെ റെഡിയാ? പുഴുവാട്ടോ, ഇത് ഒരുപാടെണ്ണുണ്ട്. ഇത് മുഴുവൻ നമ്മളുടെ ഈ ഒരു ഇലന മുഴുവൻ കടിച്ചതിൻ്റെ ആട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അതിനിങ്ങനെ കൊല്ലും. അത് വേറെ നിവർത്തിയില്ല. ഇതുണ്ടോ, ഇതിങ്ങനെ ആക്കും, ഇങ്ങനെ അടിക്കും കേട്ടോ. അപ്പോൾ അത് ഡെഡാവും. ഇത് കണ്ടോ, ദേ ഇതുപോലെ ആട്ടോ. കാണാനൊക്കെ നല്ല ചന്ത, കാണാനെല്ലാം നല്ല ചന്തോ. നോക്കി ദേ അതങ്ങനെ താഴെ. സ്കൂൾ വിട്ട് ഏതാ വന്നേ ഗ്യാസ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഗൈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നു. ഉറപ്പാണോ? വന്നുള്ളൂ. രണ്ടുപേരെയും ക്വസ്റ്റ്യൻ പേപ്പർ വേഗം എടുത്തേ ഗൈസ്. ഇപ്പോൾ ഉച്ചയാണ്, നമുക്കിനി നോക്കാം. എനിക്ക് അതല്ല ഗൈസ്, അതിക്കുട്ടൻ്റെ ആണ് മക്കളെ. കുഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, ഇവിടെ ഇരിക്കും. ഓക്കെ ഫസ്റ്റ് ചിക്കു വാടാ മിട്ടൊരിടത്ത്. പിന്നെ എടാ ഏതെടുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഏതൊക്കെ വന്നേ മമ്മ പറഞ്ഞത് ഏതാ വന്നേ അതെടുത്തേ. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തേ ഗൈസ്. ഇതാണ് ഹിന്ദി വന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തേ. ഇതാണ് ഹിന്ദിയിൽ കേട്ടോ. ഒറ്റ സെക്കൻഡ്. എത്ര കിട്ടും മോളെ? ഹിന്ദി നമുക്ക് കഷ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹിന്ദി. പക്ഷെ എന്നാലും എത്ര കിട്ടും? കുഴപ്പമില്ല. ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 80 70 എബോ അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. ഇപ്പം അങ്ങനെ മിണ്ടുന്നില്ല കേട്ടോ. ഓ മൈ ഗോഡ് ഗൈസ്, ഹിന്ദി ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ഞങ്ങൾക്ക് നല്ല പൊതുവേ കണ്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അമ്മേ ഇതുപോലെയൊക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യരുത്. നിമിഷാനിക്കൊന്ന് വായിക്കാൻ പോലും പറ്റുന്നില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല. ഹാപ്പി ആയിരുന്നോ മോളെ? ഉറപ്പല്ലേ? ഇനി സാറ്റർഡേ സൺഡേ 2 ദിവസം പല്ല് റെഡിയാക്കാൻ പോണ്ടേ? അയ്യോ അങ്ങനെ പറയാം, ടീച്ചർ തല്ലും നമ്മളെ. നിമിഷൻ മമ്മ തല്ല. ഇനി കുഞ്ഞുവാ ഇങ്ങോട്ട് വരൂ. ഏതാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ കാസ്പർ എവിടെ നോക്കട്ടെ, എവിടെ നോക്കട്ടെ, എവിടെ സാധനം? ഗൈസ് ഇതാ നിമിഷാൻറ്റി പറഞ്ഞ ഒരെണ്ണം കണ്ടോ, വന്നില്ലേ? അതാണ് നിമിഷം. എടാ ബില്ലൊന്നും വന്നില്ല. ആ ബില്ലിന്റെ എവിടെ? അനിത ബ്രോട്ട്. ഇത് നമ്മൾ പക്ഷെ പറഞ്ഞോ? ആ മമ്മ പറയാത്തൊരു സാധനം വന്നിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഏകദേശം നിമിഷാൻറ്റി പറഞ്ഞ പോലെ അതേ കണ്ടോ, വന്നില്ലേ ഈ ക്വസ്റ്റ്യൻ? അതാണ് നിമിഷാൻറ്റി. ഇതാണ്ടോ, ഇതാണ് അദ്ദിക്കുട്ടൻ്റെ. ഇത് അവന് 40 എങ്ങനെ ഒരു എത്ര കിട്ടും? 40 എനിവേ 30 or 35 എബോ. വേഗം പറയും. 30 എബോ. ഓക്കെ, അദ്ദിക്കുട്ടൻ പറഞ്ഞതാട്ടോ. സോ നമ്മൾ ഇപ്പം ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവാണ്. പല്ലിന്ന് ഇപ്പം എന്ത് പറയുന്ന ഒരു ഐഡിയ ഇല്ല. ചിലപ്പം എടുക്കാം, ചിലപ്പം എടുക്കാതിരിക്കാം. എന്ത് വേണമെങ്കിലും ഇന്ന് സംഭവിക്കാം കേട്ടോ. ഇല്ല ടിയ? മോസ്റ്റ്ലി എന്താ ടീക്കുട്ടി പറയണെന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ പിന്നെ എവിടെ പോവാണെങ്കിലും കുറച്ചൊരു മേക്കപ്പ് ഇല്ലാതെ പോകാൻ പറ്റില്ല ടിയ. നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പോവാണെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേസസിന്റെ ലാസ്റ്റ് അപ്ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ഐഡിയ ഇല്ല. ചിലപ്പം എടുക്കാം ബ്രേസസ്, ഇല്ലാച്ച ചിലപ്പോൾ അങ്ങനെ തന്നെ വെക്കും. ഇല്ലടാ? യെസ്. അപ്പോൾ ബാക്കി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മുടിയെല്ലാം കെട്ടിയിട്ട് നമ്മളിന്ന് ഡോക്ടറുടെ അടുത്ത് പോവാണ്. ഇന്നത്തോടെ ബ്രേസസ് തീരണേ കൃഷ്ണ. ഓക്കേടാ? കുടി മതിയില്ലേ? കൊറേ ആയില്ലേ ഗൈസ് നിമിഷാന്റിനെ ഒക്കെ കണ്ടിട്ടില്ല ടിയാ? അതിന് സമയം കിട്ടണ്ടേ ഇപ്പഴാണ്. എടാ ഒന്ന് മോളിക്ക് വെക്കടാ. അത് അങ്ങനെയല്ലടാ, ഇത് ഇങ്ങനെ തിരിക്കടാ. എന്നെ കാണണില്ല ഗൈസ്, ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയല്ലേ? ഇവളുടെ ഒക്കെ കൂടെ വീഡിയോ എടുക്കണമെങ്കിൽ എന്നെ വേണം ഗൈസ് തല്ലാൻ. ഒരു രക്ഷയില്ല. ആ കെട്ടാ വെയിറ്റ്. ഓ ആദ്യമായിട്ട് നിമിഷാന്റിന്റെ ഫ്രെയിമിൽ കാണും. പക്ഷെ നിമിഷാന്റെ ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. ഒറ്റ വെയിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ മുടി കെട്ടുന്നത് കാണിച്ചു തരാം. ബണ്ണാര് തരും. ഓക്കെ, നമ്മൾ മുടി ഇങ്ങനെ എടുക്കണം. എല്ലാരും നിമിഷാന്റെ കളിയാക്കി. നിമിഷാന്റിക്ക് എന്താ പറ്റിയെന്ന്? ഒന്നും പറ്റിയിട്ടില്ല. നേരത്തെ പറ്റിയിട്ടുള്ളതുകൊണ്ട് ഒന്നും തോന്നില്ല. ഓക്കെ ഗൈസ്, ചന്തക്കാർ ഓക്കെ റെഡി ആയില്ലേ? ഓക്കേടാ, സെറ്റ് ആയില്ലേ ഗൈസ്? ഇതുകൊണ്ടാണ് ഞാൻ ക്യാമറയിലേക്കൊന്നും വരാത്തത്. ആരും എടുക്കാനില്ല ഗൈസ്. സെറ്റ് ആവന്ന റെഡി വാ. ടീക്കുട്ടിയുടെ സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് 25th നിങ്ങളുടെയൊക്കെ എപ്പോഴാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. ഹലോ
അപ്പൊ നമ്മുടെ ടീക്കുട്ടിയുടെ സ്മൈലിന് പിന്നിലുള്ള രഹസ്യം നമ്മുടെ ഡോക്ടറാണ്. കുറേ ആയി വീഡിയോ എടുക്കണം പറഞ്ഞു, പക്ഷേ നമ്മളതുകൊണ്ട് എപ്പോഴും വരുമ്പോഴും തിരക്കാം, നമ്മളെപ്പോഴും ലേറ്റ് ആയിട്ടാണ് പോവുക. അപ്പം ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത്, ഫസ്റ്റ് വന്നത്. എങ്ങനെയുണ്ട് ഡോക്ടർ, പറയൂ. നല്ല മാറ്റം തോന്നുന്നില്ലേ? ഇൻഫ്ലമേറ്ററി ആയിട്ടുണ്ട്, അത് ക്ലീൻ ചെയ്യണമെന്ന്. അതെ 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 അതെ, എന്തായാലും കുഴപ്പമില്ല. റെഡി? നമ്മുടെ ടീക്കുട്ടിയുടെ വിഷു ഔട്ട്ഫിറ്റ് കണ്ടിട്ട് ഇതേ പ്രീത ചേച്ചിക്ക് വന്നൊരു ഓർഡറാണ്. പോയിന്റ് അയ്യോ, നമ്മൾ അദ്വിക്കിന് ചെയ്തില്ല, മറന്നു. അയ്യോ, എനിക്ക് സത്യമായിട്ട് മറന്നു, കാരണം അവൻ ഇതൊന്നും ഇടില്ലായിരുന്നു. ഗൈസ് ഇത് നോക്കി, നമ്മുടെ ഫാൻ എന്ന് പറയുന്നത് ഇതാണോ? ഈ കുഞ്ഞു ബേബിയാണോ? ഈ കുഞ്ഞു ബേബിന്റെ പേരെന്തായിരുന്നു? ഓ കൃഷ്ണ, ഓ അതൊരു വലിയൊരു സന്തോഷമാണല്ലേ ഹൃദയച്ചി, ടീക്കുട്ടി, അതൊരു വലിയ സന്തോഷമാണ്. എനിവേ ബേബി ഗേളിന് നിമിഷാന്റിന്റെയും ടിയക്കുട്ടിയുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഇത് പുതിയ സംഭവമാണല്ലോ, പുതിയ ബോയ്സിന് വേണ്ടിയിട്ടൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. ആക്ച്വലി ഇതിന്റെ തന്നെ ബോയ്ഡിങ് വന്നിട്ടുണ്ട്, ഓർഡർ വന്നിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കുറെ പേര് ഇതേണ്ടോ, ഇതാണ് നമ്മുടെ ഡെന്റൽ ഹോസ്പിറ്റൽ, ഇതാണ് നമ്മുടെ ഷോപ്പ് ബൊട്ടീക്ക് വരുന്നത് ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആക്സസിബിലിറ്റി കിട്ടുന്നത് കേട്ടോ. ഇത് നോക്കിയേ, വേറെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇതേ ആഹാ, ഇത് നോക്കി, ഇതൊരു യുണീക്ക് ആയിട്ടുണ്ട്. അത് നോക്കിയ ഒരു ശരിക്കും പറഞ്ഞ ഒരു കല്ല് വെച്ച പോലെ ഇല്ലടാ, നന്നായിണ്ടല്ലേ ടിയ. ഡോക്ടർ എടുക്കും എന്ന് പറഞ്ഞാൽ എടുക്കും, അല്ല ഡോക്ടർ അങ്കിള് വേണ്ട ഒരു മാസം കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ അത് വയ്ക്കും. ഓക്കെ, റെയിൻബോ ചെയ്യാൻ പോവാ. റെയിൻബോ ആയോ? റെയിൻബോ ആയോ? അതാ ഞാൻ ചോദിക്കുന്നത്. സോ നമ്മുടെ ലാസ്റ്റ് റെയിൻബോയില് ഇരുന്നോട്ടെ, റെയിൻബോയില് ഗോൾഡൻ കളർ ആയല്ലോ, ഇനി ഇല്ലാത്തതൊന്നുമില്ല. അപ്പൊ ഏതാ സെലക്ട് ചെയ്തേ? ഏതാ കുഞ്ഞ് സെലക്ട് ചെയ്തേ? ഓ എനിക്ക് വയ്യ, റെയിൻബോ എന്തായിരിക്കും ടിയ? ഓക്കെ, റെഡ് കളറേ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആയിരിക്കില്ല. ഇങ്ങോട്ട് 5 പല്ല്, അങ്ങോട്ട് 5 പല്ല്, താഴെ ഇങ്ങോട്ട് 5 പല്ല്, അങ്ങോട്ട് 5 പല്ല്. പറഞ്ഞോ. പർപ്പിൾ, പിങ്ക്, ബ്ലൂ, ഓറഞ്ച്, റെഡ്. ഓക്കെ, 5. അപ്പൊ ഗ്രീൻ ഇല്ല. അപ്പൊ പർപ്പിൾ, ബ്ലൂ, ഏതെങ്കിലും ഒന്ന്, ഓറഞ്ച്, റെഡ്. ഓക്കെ, നിന്റെ ഇഷ്ടം. സെറ്റ് ആക്കിയോ? പിങ്ക് മാറ്റിട്ടോ. ഡോക്ടർ അങ്കിള് എക്സാമിന് പോലും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? ഓക്കെ, ലാസ്റ്റ് വന്നൊരു പേഷ്യന്റ് സാറ് പച്ച ഇട്ട് കൊടുത്തില്ലേ? പച്ച വേണ്ട, എനിക്ക് ബ്ലാക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് മതി. ഓക്കെ, വേറെ കളറ്. പച്ച വേണ്ട. എടാ ഒരു ഗോൾഡ് വെക്കടാ. എല്ലാം വെക്കാൻ പറ്റൂല, ആകെ 5 ഇങ്ങോട്ട് 5 പാറ്റേൺ മാറും, മനസ്സിലാവില്ല നമുക്ക്. ആ ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റോ? ഈ ഗ്രീൻ, ബ്ലൂ, ആ ഒരു സ്കൈ ബ്ലൂ ആ ഓക്കെ. മേലെയും താഴെയും വരണം. അപ്പൊ എങ്ങനെ ചെയ്യാം? സെയിം കളർ ഈ കളേഴ്സ് എല്ലാം മേലെ എല്ലാം ഈ 2 പല്ല് റെഡ്, ഈ 2 പല്ല് റെഡ്. ദെൻ ഓക്കെ, അങ്ങനെ. ഓക്കെ, ഇല്ല നമ്മൾ എന്തായാലും 2 മാസം ഇനി വീട്ടിലിരിക്കാൻ പോവല്ലേ. ശരത്തോട്ട് ഞാൻ മെലിഞ്ഞു നോക്കട്ടെ.